ശ്രീ കെ പി നൌഷാദ് അലി, എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ്? നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചത് മോദി സർക്കാരിന് എതിരെയുള്ള ഒരു ജനവികാരം അനുനിമിഷം രാജ്യത്ത് ശക്തിപ്പെടുമെന്നൊക്കെയായിരുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുക്കൂ. ഹരിയാന കോൺഗ്രസിന് കേക്ക് വാക്കെന്ന് എല്ലാവരും വിചാരിച്ചു. അനായാസം ഇതാ കോൺഗ്രസ് ഭരണകൂടമെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി. അവിടെ BJP വീണ്ടും അധികാരത്തിലെത്തി. മഹാരാഷ്ട്ര ലോക്സഭാ ഇലക്ഷന്റെ കൂടി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ മഹാഗഡ്ബന്ധൻ അനായാസം വിജയിക്കും, ശിവസേനയും കോൺഗ്രസും NCPയും കൂടെ ഭരിക്കും എന്ന് വിചാരിച്ചു. അവിടുത്തെ സർക്കാർ വളരെ അൺപോപ്പുലർ ആയിരുന്നു. അവിടെ വമ്പൻ തിരിച്ചടിയാണ് നിങ്ങളുടെ മുന്നണിക്കേറ്റത്. അത് കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഭരിച്ച ഡൽഹി ഇത്തവണയും കെജ്രിവാൾ മാജിക് എന്ന് പ്രതീക്ഷിച്ചു. അവിടെയും BJP അധികാരം പിടിച്ചു. ഇപ്പോ ബീഹാർ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും ശക്തമായ കെട്ടുറപ്പുള്ള ബേസ് ഉള്ള സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിലും തിരിച്ചടിയാണ് എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കില്ലേ? ജയിക്കാൻ പറ്റാത്ത ഫ്രണ്ട് എന്നുള്ള നിലയിലാവില്ലേ അവസ്ഥ? ഇവിടെ ബീഹാറിൽ ഇത്രയധികം പോളിംഗ് ശതമാനം ഉയർന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അധികാരത്തിൽ നിന്ന് 2 പതിറ്റാണ്ടായി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ മാറ്റണമെന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന വലിയ കൂട്ടമായ വോട്ടിംഗ് ആണ്. ആ വോട്ടിംഗ് മുൻകാലങ്ങളിലെ പോലെ ഞങ്ങൾ ഒരു വോട്ടിന് ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഇന്ത്യ കഴിഞ്ഞുപോയി അഭിലാഷേ. ഇന്ന് ബീഹാറിലൊരു മണ്ഡലത്തിൽ BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു 20,000-25,000 വോട്ടിൻ്റെ ലീഡ് വേണം. അപ്പോൾ അത്തരം വലിയൊരു ലീഡിലേക്ക് ഞങ്ങളുടെ പാർട്ടിയും മുന്നണിയൊക്കെ എത്തണമെങ്കിൽ ജനങ്ങൾ കൂട്ടമായിട്ട് വോട്ട് ചെയ്യണം. ഇത് ജനാധിപത്യം നിലനിർത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ABVP, മഹിളാ മോർച്ച, യുവമോർച്ച തുടങ്ങിയ സംഘടനകളെക്കാൾ BJPക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പോഷക ഘടകമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് മാറിക്കഴിഞ്ഞു. ഹരിയാനയിൽ 25 ലക്ഷത്തിൻ്റെ വോട്ട് ചോരി ആരോപണം ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കാനുള്ളത് ഇതെന്തേ അന്ന് പറഞ്ഞില്ല, എന്തേ ഇത്ര കാലമായിട്ട് വൈകി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ വസ്തുതാപരമായി ഒന്നിനും ഒരു അഭിസംബോധന നടത്താൻ ഇവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ദുഷിച്ച വ്യവസ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു 25,000-30,000 വോട്ടിൻ്റെ ലീഡ് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ബീഹാറിൽ അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മഹാ പോളിംഗ് ആണ് ചരിത്രവും സംസ്കാരവും ഒക്കെ വൈവിധ്യപൂർണമായിട്ട് നിലനിൽക്കുന്ന ബീഹാറിൽ നടന്നത്. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ ശ്രീ ഗോപകുമാർ നേരത്തെ പറയുകയുണ്ടായി 10,000 രൂപ സ്ത്രീകൾക്ക് കൊടുത്തു എന്ന്. ഈ 10,000 രൂപയുടെ ആ കൊടുക്കലുമായി ബന്ധപ്പെട്ട് സദയം ഒരു ജനാധിപത്യ ബോധമുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ സ്ത്രീകളെ പരിതാപകരമായ പടുകുഴിയിൽ 2 പതിറ്റാണ്ട് കൊണ്ട് ചവിട്ടി താഴ്ത്തിയ ഒരു സർക്കാർ ഈ പറഞ്ഞ വോട്ടിന് വേണ്ടി 10,000 ഔദ്യോഗികമായിട്ട് കൈക്കൂലി കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുചേർന്നുകൊണ്ട് ഇവർ നടത്തിയ നഗ്നമായ ജനാധിപത്യ വിരുദ്ധതയാണിത്. ഇത്തരം 2 പതിറ്റാണ്ട് കൊണ്ട് ആ നാട്ടിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ സാധിക്കാത്ത ആളുകളൊക്കെ എന്ത് ഭരണാധികാരികളാണ് അഭിലാഷേ? ഒരു രാഷ്ട്രീയക്കാരൻ അവൻ ഭരണാധികാരിയാണെങ്കിൽ 2 പതിറ്റാണ്ട് വേണ്ട, അവന് 20 മാസം മതി വിപ്ലവം ഉണ്ടാക്കാൻ ഭരണരംഗത്ത്. ഈ 2 പതിറ്റാണ്ടായിട്ടും ബീഹാറിനെ അവികസിതാവസ്ഥയുടെ പടുകുടിയിൽ താഴ്ത്തിയ ആളുകളൊക്കെയാണ് പോളിസിയും നയവും സ്ത്രീകൾ ഗുണമുണ്ടാവുന്ന ഒരു സർക്കാരും നയമൊക്കെ ആയിട്ട് പറയുന്നത്. അവിടെ നിശ്ചയമായിട്ടും ബീഹാറിന്റെ ജനത എന്ന് പറഞ്ഞാൽ ഭോജ്പുരിയും മഗധിയും മൈഥിലിയും ബാജിക്കയും അംഗികയും ഒക്കെ അടക്കമുള്ള ഹിന്ദി ഭാഷയുടെ ആധികാരികവും ഔദ്യോഗികവുമായ വകഭേദങ്ങളുള്ള മഗധ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം തൊട്ട് ബുദ്ധഗയ തൊട്ട് അങ്ങനെ വരുന്നൊരു മഹാസംസ്കാരത്തിന്റെ സംഗമ ഭൂമിയാണ് ബീഹാർ. ജബ് തക് രഹേഗേ സമൂസേ മേ ആലു തബ് തക് രഹേഗേ ബീഹാർ മേ ലാലു എന്ന മുദ്രാവാക്യം ഈ വർഷം അടിവരയിട്ടുകൊണ്ട് അവിടെ കോൺഗ്രസ് പിന്തുണയിൽ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും. അഭിലാഷേ, നമുക്ക് മണിക്കൂറുകൾ കാത്തിരുന്നാൽ മതിയല്ലോ. ശരി.